ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഏകാദശി നിർജ്ജല ഏകാദശി, പാണ്ഡവ നിർജ്ജല ഏകാദശി. ആ ഏകാദശിയെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ചില സ്ഥലങ്ങളിലെ പാരണാസമയം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആ സംശയങ്ങളെല്ലാം നമുക്കിപ്പോൾ തീർക്കാം. ഈ ഏകാദശി തിഥി വരുന്നതിൻ്റെ വ്യത്യാസത്തിലാണ് ഈ 2 ദിവസമൊക്കെ ഏകാദശി വരുന്നത്. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വൈഷ്ണവരാണ്, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആശ്രയിച്ച് ഭഗവാന്റെ അപാരമായ സ്നേഹം മാത്രം ആഗ്രഹിച്ചു കഴിയുന്ന വിഭാഗം, അങ്ങനെയുള്ള ആളുകളാണ് വൈഷ്ണവർ എന്ന് പറയുന്നത്. ഭഗവാന്റെ പാത പിന്തുടർന്ന് വരുന്ന ആളുകൾ. അവർക്ക് മോക്ഷമാണ് പ്രധാനം. ജനന മരണ ചക്രങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ച് വൈകുണ്ഠത്തിലേക്ക് എത്തണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്യാസ അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾ, ഇപ്പം രാധാദേവിയെ പോലെ അല്ലെങ്കിൽ ഗോപസ്ത്രീകളെ പോലെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഭഗവാനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല, അവർക്കതിന് ഉത്തരമില്ല. അങ്ങനെ നിരന്തരം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ് വൈഷ്ണവ വിഭാഗം. ആ വൈഷ്ണവ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് ഇസ്കോൺ. നിങ്ങൾക്കെല്ലാവർക്കും ഇസ്കോണിനെ പറ്റി അറിയാം. അങ്ങനെ വൈഷ്ണവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന പുണ്യ ദിവസമാണ് ഏകാദശി ആയി അവർ ആചരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഈ 2 സ്ഥലങ്ങളിലും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ തന്നെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, പണ്ട് നമ്മുടെ അമ്മുമ്മമാരൊക്കെ എങ്ങനെയായിരുന്നു ഏകാദശി എടുത്തുകൊണ്ടിരുന്നത്? അവർ ഗോതമ്പ് കഞ്ഞി കുടിക്കും, അല്ലേ? അരിഭക്ഷണം പാടെ ഒഴിവാക്കിക്കൊണ്ട് ഗോതമ്പ് കഴിക്കും. ഗോതമ്പും ചെറുപയറുമൊക്കെ കഴിക്കും, പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും, ചെറുപയറൊക്കെ ചേർത്ത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് അരി ഒഴിവാക്കുക. ചിലർ ഉപവസിക്കും, അതല്ലാത്ത ആളുകൾ, പണ്ടത്തെ ആളുകൾ കൂടുതലും ഏകാദശിയൊക്കെ എടുക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ അല്പം മുതിർന്ന ആളുകളാണ്, അല്ലേ? നമ്മുടെ മുത്തശ്ശിമാരൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളും എടുക്കും. ഗോതമ്പ് കഞ്ഞി, അവർ ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. ഗുരുവായൂർ പോലും ഏകാദശി ദിവസങ്ങളിൽ ഗോതമ്പ് കഞ്ഞിയും ഗോതമ്പിൻ്റെ ഉപ്പുമാവുമൊക്കെ കൊടുക്കാറുണ്ട്. അത് ദക്ഷിണേന്ത്യൻ സംസ്കാരമാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ അവരാരും അത് ചെയ്യില്ല. അവർ ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഉപയോഗിക്കാറില്ല. അതായത് ഗോതമ്പ്, അരി, റാഗി, തിന, അങ്ങനെയുള്ള ഒരു ധാന്യങ്ങളും, ഓട്സ് ഒന്നും അവർ കഴിക്കാറില്ല. അതിനു പകരം അവരെന്താണ് കഴിക്കുന്നത്? അവർ കഴിക്കുന്നത് പച്ചക്കറികൾ കഴിക്കും, കിഴങ്ങ് വർഗ്ഗങ്ങൾ, മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ അത് കഴിക്കും, പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കും, പനീർ, പാല്, വെണ്ണ, തൈര്, നെയ്യ് ഇതൊക്കെ കഴിക്കും. ഇനി ചൗവരി, സാബുദന, ഈ ചൗവരി അവർ കഴിക്കും. ചൗവരി പാലിൽ കാച്ചി കുടിക്കാം. ചൗവരി നമ്മൾ വടയുണ്ടാക്കി അങ്ങനെ കഴിക്കുന്നുണ്ട് ആളുകൾ. അല്ലെങ്കിൽ ചൗവരി കിച്ചടി പോലെ, ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്ന കിച്ചടി പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കും. അങ്ങനെ ചൗവരി ഉപയോഗിക്കും. കപ്പലണ്ടി, നിലക്കടല അത് ഉപയോഗിക്കും. അവർ ജീരകം ഉപയോഗിക്കാറുണ്ട്. ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ജീരകം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. ഇത്തവണ ഏകാദശി തിഥി വരുന്നത് എപ്പോഴാണ്? 2025 ജൂൺ മാസം 6-ാം തീയതി വെളുപ്പിനെ 2:15 മുതൽ 2025 ജൂൺ മാസം 7-ാം തീയതി 4:47 വരെയാണ് വെളുപ്പിനെ. 4:47 ശേഷം
മഹാദ്വാദശിയാണ്. അതുകൊണ്ടാണ് വൈഷ്ണവ വിശ്വാസപ്രകാരം 7-ാം തീയതി ഏകാദശിയായി എടുക്കുന്നത്. ഇനി ഒരു ദിവസം മാത്രമേ അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ 6-ാം തീയതി ഏകാദശി എടുക്കാം. 6-ാം തീയതി പകൽ മുഴുവൻ ഉണ്ടല്ലോ. 5-ാം തീയതി ഒരിക്കൽ എടുത്തിട്ട് 7-ാം തീയതി നിങ്ങൾക്ക് പാരണ വീടാം. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ 7-ാം തീയതി പാരണാ സമയം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ്. കേരളത്തിൽ ഉച്ച കഴിഞ്ഞിട്ട് 7-ാം തീയതി 1:37 മുതൽ 4:08 വരെയാണ് പഞ്ചാംഗപ്രകാരം പാരണാസമയം. അതുകൊണ്ട് സുഖമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 5-ാം തീയതി ഒരു നേരം അരിഭക്ഷണം കഴിക്കുക. രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് ഗോതമ്പോ അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. രാവിലെ ഗോതമ്പ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറുണ്ടിട്ട്, അതായത് 5-ാം തീയതി വൈകുന്നേരം നിങ്ങൾക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതോ അതല്ലെങ്കിൽ ചൊവ്വരി പാലി കാച്ചിയതോ അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ വല്ല ഉപ്പുമാവോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതിൽ തെറ്റില്ല. പിന്നെ 6-ാം തീയതിയും 7-ാം തീയതിയും അന്ന് അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നമുക്കിരിക്കാവുന്നതാണ്. കാരണം എന്തൊക്കെ മറ്റു ഭക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഏത്തപ്പഴം കഴിക്കാം, അതല്ലെങ്കിൽ മറ്റു പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാം. ചൊവ്വരി മേടിച്ച് വെച്ചിട്ട് അത് പാലിൽ കാച്ചിയിട്ട് നിങ്ങൾക്ക് കുടിക്കാം. അത് നല്ല ഒരു ഫുൾ മീലാണ് ഈ ചൊവ്വരി പാലിൽ കാച്ചി കുടിക്കുക എന്ന് പറയുന്നത്. ചൊവ്വരി എല്ലായിടത്തും കിട്ടും, വലിയ വിലയൊന്നുമില്ല. അത് നിങ്ങൾക്ക് കഴിക്കാം, കുടിക്കാം. അത് വയറ് നിറയും. ഉച്ചയ്ക്ക് ഒരു ഏകാദശി പുഴുക്ക് നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാം. കുറച്ച് പച്ചക്കറി മേടിക്കണമെന്നല്ലേ ഉള്ളൂ. ചക്ക കൊണ്ട് പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം, അതിൽ തെറ്റില്ല. കപ്പയും കാച്ചിലും ചേമ്പും വെള്ളരിക്കയും ഒക്കെ ചേർത്ത് പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ 2ാമത്തെ ചാനലിൽ ഏകാദശി പുഴുക്ക് ഉണ്ടാക്കുന്ന വിധം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഏകാദശിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് ധാരാളം വിഭവങ്ങൾ അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. വൈകുന്നേരം നിങ്ങൾക്ക് ഇതേപോലെ ചൊവ്വരി പാല് കാച്ചി കുടിക്കാം, ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസവും, അതായത് 7-ാം തീയതിയും ഇരിക്കാം. ക്ഷീണം വരില്ല, ഉറപ്പാണ്. ചോറുണ്ണുന്നില്ല എന്നല്ലേ ഉള്ളൂ. മറ്റ് ആഹാരങ്ങൾ നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചോളൂ, അതിൽ തെറ്റില്ല. എന്നിട്ട് 8-ാം തീയതി രാവിലെ നിങ്ങൾക്ക് പാരണ വീടാം. അതല്ലെങ്കിൽ ഈ പാരണ വീടുന്ന സമയം ഉച്ച കഴിഞ്ഞിട്ടാണ്. അതാണൊരു പ്രശ്നം. ഉച്ച കഴിഞ്ഞിട്ട് 1:37 മുതൽ 4:08 വരെ. അപ്പോൾ ഇത്രയും സമയം നിങ്ങൾ പാരണ വീടാതെ നോക്കിയിരിക്കണം. അതൊരു ബുദ്ധിമുട്ടല്ലേ. രാവിലെ വീണ്ടും ഏകാദശിയുടെ ഭക്ഷണങ്ങളല്ലേ അന്നും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഏകാദശിക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ സാംബിയയിലെ ഏകാദശി എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സാംബിയയിൽ 6-ാം തീയതിയാണ് ഏകാദശി. 7-ാം തീയതി പാരണ വീടാം. 7-ാം തീയതി രാവിലെ 7:55 മുതൽ 10:13 വരെയാണ്. അതുപോലെ ജോർജിയയിലും 6-ാം തീയതിയാണ് ഏകാദശി. 7-ാം തീയതി പാരണ. 7-ാം തീയതി രാവിലെ 5:41 മുതൽ 10:24 വരെയാണ് പാരണാസമയം. ഇനി മറ്റൊരു സംശയമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുല ആചരിക്കും. അങ്ങനെ പുല ആചരിക്കുന്ന സമയത്ത് നമുക്ക് വിളക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കുമോ? എല്ലാവർക്കുമുള്ള ഒരു സംശയമാണിത്. ഈ പുലയുള്ള സമയത്ത് നാമം ജപിക്കാൻ പറ്റുമോ? വിളക്ക് തെളിയിക്കാൻ പറ്റുമോ? വ്രതമെടുക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ പലരും പല രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഞാൻ ധാരാളം ആചാര്യന്മാരോട്, പ്രത്യേകിച്ച് വലിയ വലിയ ആചാര്യന്മാരോട് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വിളക്ക് കത്തിക്കാൻ സാധിക്കുമോ? വ്രതങ്ങൾ എടുക്കാൻ സാധിക്കുമോ? നാമം ജപിക്കാൻ സാധിക്കുമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്വൈതാശ്രമത്തിലെ ചിദാനന്ദപുരി സ്വാമിയെ അറിയാമായിരിക്കും. സ്വാമി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, പുല സമയത്ത് നാമം ജപിക്കാം.
വിളക്കു തെളിയിക്കാം, വ്രതങ്ങൾ അനുഷ്ഠിക്കാം. അതിന് സ്വാമി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മൃതദേഹത്തിൻ്റെ തലഭാഗത്തായിട്ട് എന്തു ചെയ്യും? വിളക്ക് തെളിയിച്ചു വെക്കും. എവിടെയാണ് വിളക്ക് തെളിയിക്കുന്നത്? ആ മൃതശരീരത്തിൻ്റെ അടുത്താണ് വിളക്ക് തെളിയിച്ചു വെക്കുന്നത്. പിന്നെ എന്തു ചെയ്യും? അവിടെ ഇരുന്ന ആളുകൾ നാമം ജപിക്കും, രാമായണം വായിക്കും. ഇതെല്ലാം ചെയ്യും. എവിടെ? ദഹനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്യും. ഇനി നമ്മുടെ വീട്ടിൽ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആ സമയത്തോ അവിടെയും വിളക്ക് തെളിയിക്കും. പിന്നെ നമ്മൾ ബലിയിടും, ഇല്ലേ? എല്ലാ ദിവസവും ബലിയിടും. സഞ്ചയനം വരെ ബലിയിടും. അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി ബലിയിടും. അങ്ങനെ പുല ഒക്കെ വീടുന്ന ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വിളക്ക് തെളിയിക്കും. മരിച്ച വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ബന്ധുക്കളായ നമ്മുടെ വീട്ടിൽ നമുക്കങ്ങനെ ചെയ്തു കൂടാത്തത്? ഇക്കാര്യം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിലിട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ആളുകൾ ആവശ്യമില്ലാതെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ വാരണാസിയിൽ പോകുമ്പോൾ നിങ്ങൾ പലരും പോയിട്ടുണ്ടാകും. അവിടെ ഗംഗാനദിയുടെ തീരത്ത് മണികർണിക ഘട്ടുണ്ട്, ഇല്ലേ? അവിടെ ശവശരീരങ്ങൾ ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈ ശവശരീരം എടുത്ത് തോളിൽ വെച്ചിട്ട് ഇവരെന്താണ് പറയുന്നത്? ഹരഹര മഹാദേവ എന്നാണ് പറയുന്നത്. അതായത് ശിവനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവർ ഈ ശവവും കൊണ്ട് വരുന്നത്. ഭഗവാൻ മഹാദേവൻ എവിടെയാണ് താമസിക്കുന്നത്? ശ്മശാനവാസിയാണ്. ശ്മശാന ഭസ്മമാണ് ശരീരത്തിൽ പൂശിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇരിക്കുന്ന നഗ്നസന്യാസിമാരൊക്കെ ഈ ഭസ്മമെടുത്ത് മേത്ത് മുഴുവൻ പൂശിയിരിക്കുന്നത്. ഭഗവാന്റെ കഴുത്തിൽ തലയോട്ടി കൊണ്ടുള്ള മാലയാണ്, അല്ലേ? അതുപോലെ കൂട്ടുകാരാരൊക്കെയാണ്? മാംസഭക്ഷണം കഴിക്കുന്ന ഭൂതഗണങ്ങളാണ് ഭഗവാന്റെ കൂട്ടുകാർ. അങ്ങനെയുള്ള മഹാദേവന്റെ നാമം പോലും പുലയുള്ളപ്പോൾ ജപിക്കരുത് എന്ന് ചില അന്ധവിശ്വാസികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിദാനന്ദപുരി സ്വാമി അക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നമ്മൾ ആരും ചെന്ന് വീഴരുത്. പുലയുള്ളപ്പോൾ കൂടുതൽ ഈശ്വര ഭജനം നമ്മൾ ചെയ്യണം. എന്തിനു വേണ്ടി? മരിച്ചുപോയ ആൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി, അയാളുടെ പാപങ്ങൾക്ക് കുറവുണ്ടാക്കുന്നതിന് വേണ്ടി. ആ സമയത്ത് നിങ്ങൾക്ക് വിളക്കു തെളിയിക്കാം, നാമം ജപിക്കാം, വ്രതങ്ങൾ അനുഷ്ഠിക്കാം. യാതൊരു ദോഷവും ഇല്ല. ഇപ്പോൾ വീണ്ടും ഒരു സംശയം വരും. നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. എന്ത്? പുലയും ബാലായ്മയുമുള്ളപ്പോൾ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കരുത്. പഴയ കാലത്ത് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു, അല്ലേ? ഒരു മരണം നടന്നു കഴിഞ്ഞാൽ എല്ലാ ബന്ധുക്കളും അവിടെ വരും. അങ്ങനെ ഒരു സഹകരിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരു ദുഃഖകരമായ അവസ്ഥ. ചിലപ്പോൾ പലരും രോഗം വന്നിട്ടായിരിക്കും മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അണുപ്രസരണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണും. ഒരു ദുഃഖാചരണമാണ് ഈ പുല തീരുന്നത് വരെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മരണം പോലും ഇന്ന് ആഘോഷമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു മരണ വീട്ടിൽ പോയി. അതിനുശേഷം സഞ്ചയനം അവർ വിളിച്ചു. ആ സഞ്ചയനത്തിൻ്റെ അന്ന് ഞാൻ വിചാരിച്ചു രാവിലെ അവിടം വരെ ഒന്ന് പോകാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച
രാവിലെ എല്ലാ വീട്ടിൽ നിന്നും കുടുംബസമേതം ആൾ വന്നിട്ടുണ്ട്. ഒരു കല്യാണത്തിൻ്റെ ആളുണ്ട്. കരയടച്ചു വിളിച്ചിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണം, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, രസവട, സേമിയ പായസം, പഴം, ചായ, ഇത്രയും കാര്യങ്ങൾ കൂട്ടി വളരെ വിഭവസമൃദ്ധമായ സദ്യ രാവിലെ. ഉച്ചയ്ക്കുള്ളവർക്ക് ഊണ്, അതും മീൻ കൂട്ടി ഊണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ബലിയിടുന്നതല്ലേ, പുലയുള്ളപ്പോൾ മീനൊക്കെ നമ്മൾ കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ബലിയിടുന്നവർ കഴിക്കില്ല, പക്ഷേ വരുന്നവർക്കത് വേണം, അവർക്ക് നിർബന്ധമാണ്. ബന്ധുക്കൾക്കും, അതായത് ബലിയിടാത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ വളരെ പിശുക്കരാണ്, എന്തൊരാളുകളാണ്, ഒരു മീൻ പോലും മേടിച്ച് കൂട്ടാൻ വെച്ച് തന്നില്ല എന്ന് നാട്ടുകാർ പരിഹസിക്കും എന്നാണ് ആ വീട്ടുകാരെന്നോട് പറഞ്ഞത്. ഒരു വളരെ പാവപ്പെട്ട വീടാണ്. അവിടുത്തെ അച്ഛനാണ് മരിച്ചത്. ഒരുപാട് കാലം ചികിത്സിച്ച് അവരുടെ വീടും പറമ്പും എല്ലാം പണയം വെച്ച് ചികിത്സിച്ച് അവസാനം മരണപ്പെട്ടു. ഇന്ന് കടമാണ് ആ അമ്മയും 2 പെൺകുട്ടികളും. അതാണ് അവസ്ഥ. പക്ഷേ ഒരു കല്യാണം നടത്തുന്നതിൻ്റെ ഇരട്ടി ചെലവാണ് ഒരു മരണാഘോഷം. അങ്ങനെയുള്ളപ്പോഴാണ് പുല ആചരിക്കുന്ന കാര്യം പറയുന്നത്. ഇതാണ് ഇന്നത്തെ ഈ കലിയുഗത്തിലെ അവസ്ഥ. അപ്പം ഞാൻ അന്വേഷിച്ചു, ഇങ്ങനെയാണോ ഈ പ്രദേശത്തെ കാര്യങ്ങളെന്ന്. എല്ലാ വീട്ടിലും അങ്ങനെയാണ്. ചിലർ ഇറച്ചിയൊക്കെ കൂട്ടിയാണ് അത്ര ചോറ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ആളുകൾ പരിഹസിക്കും. എന്താ കഥ? അങ്ങനെയുള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പണ്ടൊന്നും ഈ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആരും ആഹാരമൊന്നും കഴിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ഒന്നാമത് അവരാകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസ്ഥയായിരിക്കും. ഒരു മരണം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ല് തകർക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും. ഈ പ്രായമായി ഇങ്ങനെ വയ്യാതെ കുറേ കാലമൊക്കെ കിടന്ന് മരിക്കുകയാണെങ്കിൽ പോട്ടെ. അതല്ലാതെ അപ്രതീക്ഷിതമായ മരണങ്ങളുണ്ടാകും. കുടുംബനാഥൻ, കുടുംബനാഥ, അല്ലെങ്കിൽ മക്കൾ ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഒരുപാട് കാലം ചികിത്സിച്ച് ബുദ്ധിമുട്ടി ആകെ പൈസയൊക്കെ തീർന്ന് ഇരിക്കുന്ന, കടമൊക്കെ മേടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും മരണം സംഭവിക്കുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാലോ വീണ്ടും ചിലവ്. അതിന് വീണ്ടും എന്ത് ചെയ്യണം? കടം മേടിക്കണം. ആ കടവും ചികിത്സാ കടവും എല്ലാം വീട്ടിൽ വരുമ്പോഴേക്കും അടുത്ത ആളുടെ മരണമാകും. ഇതാണ് പലയിടത്തെയും അവസ്ഥ. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആരും മറ്റു വീട്ടിൽ, അതായത് മരണ വീട്ടിലൊന്നും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വയറ് നിറച്ച് ആഹാരമൊന്നും കഴിക്കുക, അതുപോലെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കരയടച്ചൊന്നും ഈ സഞ്ചയനവും 16 ഒന്നും വിളിക്കില്ല. ആണ്ടുബലി അത് നമ്മളൊന്ന് കേമമായിട്ടൊക്കെ പണ്ടത്തെ കാലത്ത് നടത്തും. ഇങ്ങനെയുള്ള അനാചാരങ്ങളൊക്കെ നിർത്തണമെന്ന് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താവൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മന്നത്ത് പത്മനാഭനൊക്കെ ഇക്കാര്യത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പഴയ കാലത്ത് ഈ മരണാനന്തര ചടങ്ങുകൾ, അതുപോലെ തെരണ്ടുകുളി ഇല്ലേ, അങ്ങനെ ഓരോ ആചാരങ്ങൾ കൊണ്ടുവന്ന കുടുംബം മുടിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പീരീഡ്സ് ആയി കഴിയുമ്പം, ആദ്യമായിട്ട് പീരീഡ്സ് ആയി കഴിയുമ്പം അന്ന് വളരെ വിശേഷമാണല്ലേ, അപ്പോൾ തന്നെ കുരവയിടും. പീരീഡ്സ് ആയി കഴിയുമ്പോൾ ഒരു വീട്ടിലെ ഒരാൾക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ആയിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ കുരവ കേൾക്കും. അപ്പോൾ കുരവ കേൾക്കുമ്പോൾ അപ്പുറത്തൊക്കെയുള്ള ആളുകൾ പറയും, ആ വീട്ടിൽ കുരവ കേട്ടല്ലോ, അവിടുത്തെ മോള് പ്രായമായി കാണും എന്ന് പറയും. അപ്പം അങ്ങനെ ആളുകൾ അറിയും. എന്നിട്ട് ബ്ലൗസിന് തുണിയും നെയ്യപ്പവും ഒക്കെ കൊണ്ടുപോകുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ 4-ാം ദിവസമാണെന്ന് തോന്നുന്നു, കുളിപ്പിക്കും പെൺകുട്ടിയെ. എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒന്നും കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ട അറിവ് എനിക്കുണ്ട്. അമ്മ പറയും അങ്ങനെ കുരവയിടും. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ആളുകളൊക്കെ അറിയും. അപ്പോൾ അവരൊക്കെ വരും, അന്വേഷിക്കും. പിന്നെ ഈ കുളിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അന്ന് അമ്മായിമാരൊക്കെ വരും. അമ്മായിമാരാണ് പോലും കുളിപ്പിക്കുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടിയെ ഇങ്ങനെ
കുത്തുവിളക്കൊക്കെ പിടിച്ച് കുളത്തിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ച് ഇങ്ങനെ ഇരുത്തും. അപ്പോൾ ആളുകളൊക്കെ വരും. എന്നിട്ട് ബ്ലൗസിന് തുണി, നെയ്യപ്പം ഇതൊക്കെയാണത്രേ കൊടുക്കുന്നത്. അതും ഒരു ചടങ്ങ്. അപ്പോൾ വരുന്നവർക്കൊക്കെ ആഹാരമൊക്കെ കൊടുക്കും. അന്നേരവും ഈ വിളക്ക് കത്തിക്കും. 4-ാം ദിവസമാണ് എന്ന് ആലോചിക്കുക. പെൺകുട്ടിക്ക് പീരീഡ്സായി, ഈ 4-ാം ദിവസം വിളക്ക് തെളിയിച്ചു ആ വീട്ടിൽ. ഇന്നോ 7 ദിവസം നമ്മൾ കത്തിക്കില്ല, അല്ലേ? അപ്പോൾ എന്തൊക്കെ വിരോധാഭാസങ്ങളാണ് നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കുക. മരിച്ചു കിടക്കുമ്പോൾ ആ വീട്ടിൽ വിളക്ക് കത്തിക്കും, ശവശരീരത്തിൻ്റെ അടുത്ത്. രാമായണം വായിക്കും, നാമം ജപിക്കും. ശവശരീരം പട്ടടയിലേക്ക് എടുക്കുന്ന സമയത്തും വിളക്ക് കത്തിക്കും, ബലിയിടുന്ന സമയത്തും വിളക്ക് കത്തിക്കും. പക്ഷേ എങ്ങാണ്ടോ കിടക്കുന്ന തെറിച്ച ബന്ധത്തിൽ ആരെങ്കിലും മരിച്ചെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കത്തില്ല. ചിലപ്പോൾ ആ മരണത്തിന് നമ്മൾ പോയി പോലും കാണില്ല. അല്ലെങ്കിൽ തൊട്ടു തെറിച്ച എന്തെങ്കിലും അമ്മയുടെ അമ്മാവൻ്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ വിരോധാഭാസം നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നത് നമ്മൾ കേൾക്കുക. ഇങ്ങനെ അന്ധവിശ്വാസം പറഞ്ഞു നടക്കുന്ന ആളുകളെ വിശ്വസിക്കാതിരിക്കുക. അദ്വൈതാശ്രമത്തിൽ നിന്നും പറയുന്നത് ആധികാരികമായിട്ടാണ്. ചിദാനന്ദപുരി സ്വാമി ഈ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു കാര്യം ഒരാൾ പറഞ്ഞു തന്നാൽ അതങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത്. നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. ഹിന്ദുമതത്തിൽ, അതായത് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമല്ല നമുക്ക് പലരും പറഞ്ഞു തന്നിട്ടുള്ളത്. അതിങ്ങനെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ എടുത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടി പറഞ്ഞും തന്ന് നമ്മളെ പേടിപ്പിച്ച്, പണ്ട് പറയും ദൈവം ഇന്ന ആളുകൾക്കൊക്കെ ഉള്ളൂ, നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനോ ഭഗവാനെ കാണാനോ അവകാശമില്ല, അങ്ങനെ പറഞ്ഞ നാടായിരുന്നു നമ്മുടെ. ഞങ്ങൾ മേൽജാതിക്കാരാണ്, ഞങ്ങൾക്ക് മാത്രമേ ഈശ്വരനെ കാണാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? കീഴ്ജാതിക്കാരനായ കർത്തവനായ കൃഷ്ണനെയാണ്, അല്ലാതെ വെളുത്ത കൃഷ്ണനെ അല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്. കാർമുകിൽ വർണ്ണ എന്നാണ് വിളിക്കുന്നത്, കായാമ്പൂ വർണ്ണ എന്ന് വിളിക്കും. താഴ്ന്ന ജാതിക്കാരനാണ്, പശുവിനെ മേച്ചു നടക്കുന്ന യാദവ കുലത്തിൽപ്പെട്ട ആളാണ്, രാജാവ് പോലും അല്ലായിരുന്നു, ഉഗ്രസേനനായിരുന്നു രാജാവ്. അങ്ങനെയുള്ള കൃഷ്ണനെയാണ് ഈ മേൽജാതിക്കാർ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് അവകാശമില്ല, ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അങ്ങനെ പറഞ്ഞ നാട്ടിൽ നിന്നും നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നു, അല്ലേ? അതുപോലെ മഹാദേവൻ്റെ കാര്യം, എവിടെയാണ് താമസിക്കുന്നത്? ശ്മശാനവാസിയാണ്. ശ്മശാനത്തിൽ നിന്നും കിട്ടുന്ന ഭസ്മം വാരി പൂശിക്കൊണ്ട് നടക്കുന്ന ആളാണ് ആര്? മഹാദേവൻ. തലയോട്ടിയാണ് കഴുത്തിൽ കിടക്കുന്നത്. അതുപോലെ ഭദ്രകാളി. ഇതൊക്കെ മറന്നിട്ടാണ് പാവപ്പെട്ട കീഴ്ജാതിക്കാരെന്നൊക്കെ പറഞ്ഞ മനുഷ്യരെ അവരെ എന്ത് ചെയ്തിരുന്നത്? വേർതിരിച്ചു നിർത്തിയിരുന്നത്. ആ കാലഘട്ടമൊക്കെ മാറി, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ അതിനുവേണ്ടി ധാരാളം പരിശ്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച് ഹിന്ദുമതത്തെ നവീകരിച്ച വ്യക്തി ആരാണ്? ശങ്കരാചാര്യർ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ചത്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ശങ്കരാചാര്യരെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന് ശുദ്ധാശുദ്ധങ്ങൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക, വിശ്വാസിയാവുക, ഈശ്വര വിശ്വാസിയാവുക, അന്ധവിശ്വാസി ആകരുത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.